ടൊയോട്ട ഇന്നോവ ഹൈക്രോസുമായിട്ട് നമ്മളൊരു ലോങ് ഡ്രൈവ് ഇറങ്ങിയാണ്. രാവിലെ 4 മണിയായപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ആലപ്പുഴയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ വാഗമണ്ണിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തീക്കോയി പള്ളിയുടെ വാതിക്കലെത്തിയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രോ തുടങ്ങിയത്. 4 മണിക്ക് തുടങ്ങേണ്ടായിരുന്നു, പക്ഷേ ഈ വാഹനത്തിൻ്റെ കംഫർട്ട് കാരണം ഇതിൻ്റെ സെക്കൻഡ് റോയിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഏകദേശം 10:45 എഴുന്നേറ്റത്. പക്ഷേ ഒരു രക്ഷയില്ല. കംഫർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കംഫർട്ട്. ഇത്രയും നാൾ നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിലും ഇന്നോവയിലൊക്കെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നോവ ഹൈക്രോസിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇത്രയും യാത്ര ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ റൈഡിങ് കംഫർട്ട് ഒരു രക്ഷയില്ല. ഒരു തരത്തിലുള്ള ബോഡി റോളോ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മയോ ഒന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തതിൽ. പിന്നെ ഇപ്പോൾ കുറച്ച് സമയം ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത സമയത്താണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറി, ഒരുപാട് പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇവനൊരു നോൺ ഹൈബ്രിഡ് എഞ്ചിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ക പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു മോഡലാണ് GX എന്ന സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാക്സി സെഗ്മെൻറ്റിലൊക്കെ ഇന്നോവയുടെ ഡിമാൻഡ് അന്നും ഇന്നും എന്നും ഒരുപോലെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ടാക്സിക്കാർക്കൊന്നും ഹൈബ്രിഡ് കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തിലാണ് എൻ്റെ പ്രൈസിങ്. അപ്പോൾ അത് കുറച്ചുകൂടി പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്താണ് ടൊയോട്ട ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു ഹൈക്രോസ് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വേരിയൻ്റാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നോവ ഹൈക്രോസ് GXൻ്റെ നോൺ ഹൈബ്രിഡ് വേർഷൻ. ഇതിനാണെങ്കിലും ഒരു 10-12 കിലോമീറ്ററൊക്കെ മൈലേജ് ലഭിക്കും. ഇത്രയും വലിപ്പമുള്ള വാഹനം അല്ലെങ്കിൽ ഏതൊരു ടെർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ മൈലേജൊക്കെ തന്നെ കാണത്തുള്ളൂ. പക്ഷേ ഒരു ഇന്നോവയെ സംബന്ധിച്ച് 10-12 കിലോമീറ്റർ എന്നുള്ളത് ചെറിയ മൈലേജായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് ഈ ഒരു ട്രിപ്പ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിപ്പോൺ ടൊയോട്ടയാണ്. നമ്മുടെ അനീഷൻ ഒരു സൈക്കിൾ റാലി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാമവർമ്മ ക്ലബ്ബ് ആലപ്പുഴയും നിപ്പോൺ ടൊയോട്ട കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഫുൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നോക്കാം. അപ്പം നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ നമ്മളൊന്ന് ചവിട്ടി. ഇതിൻ്റെ ഡിസൈൻ വൈസ് ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ല. 2022 തൊട്ട് നിങ്ങൾ കണ്ടുവരുന്ന അതേ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. എങ്കിലും GX വേരിയൻറ്റിൽ നിങ്ങൾ പ്രധാനമായിട്ട് എടുത്തിട്ട് 1-2 ആക്സറീസ് ആഡ് ചെയ്താൽ ഫ്രണ്ട് ലുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതിലൊന്നും ഒരു പിശുക്കും കമ്പനി കാണിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ക്രോം ഒരു സ്ട്രിപ്പ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും. ഒരു ഫുൾ ഓപ്ഷൻ കാണുന്ന ഒരു ഫീലൊക്കെ നമുക്ക് ലഭിക്കും. അത് മാത്രമല്ല DR-ലും കൂടി ആഡ് ചെയ്താൽ ആ ഒരു ഫുൾ ഓപ്ഷൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലഭിക്കും എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. പിന്നെ ആ ഒരു മസ്കുലാർ ഫീലും ആ പവർ ബൾജും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ടൊയോട്ടയുടെ ലോഗോ നടുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റിപ്പ് ലൈറ്റ് പോലത്തെ ഒരു പോർഷൻ കാണാം. അതുമൊക്കെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഡിസൈനോ നിങ്ങളല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടുള്ളൊരു വാഹനം. ഞാൻ പറയുന്നത് ഡ്രൈവേഴ്സ് കാർ അല്ല. നിങ്ങൾ ഫീച്ചർ ഒരുപാട് നോക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു പക്ക റൈഡിങ് കംഫർട്ടുള്ളൊരു വാഹനം. എത്ര ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലും ഒരു ക്ഷീണം അനുഭവപ്പെടാത്തൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഹൈക്രോസ് എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യത്തില്ലെന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യണം. അപ്പോൾ നമുക്കിന് സൈഡ് പ്രൊഫൈൽ കൂടി പോയി അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബേസ് ഓപ്ഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ടയർ സൈസിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ 16 ഇഞ്ച് ടയറും കമ്പനി നൽകിയിട്ടുണ്ട്. കൂടെ ഒരു സിംഗിൾ ടോൺ അലോയ് വീൽ. ഇപ്പോൾ നിങ്ങൾ എടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്ത് അലോയ് ബ്ലാക്ക് ആക്കി അല്ലെങ്കിൽ കൺമെറ്റൽ ഗ്രേ ഫിനിഷിലോട്ടൊക്കെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും. സൈഡ് പ്രൊഫൈലിൽ അങ്ങനെ നമുക്കൊരു കുറവ് പറയാനായിട്ടൊന്നുമില്ല. ക്യാരക്ടർ ലൈനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ലൈനും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ടയർ പ്രൊഫൈലും ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കിട്ടും പെരുമാറിയിട്ടും അടി തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂഫ് റെയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന റെയിൻ ഗാർഡും ഈ ഒരു സൈഡ് ബീഡിംഗ് ഒക്കെ എക്സ്ട്രാ ആക്സറീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എങ്കിൽ കൂടി അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയേണ്ടി വരും. ഡീസൻ്റ് ആയിട്ട് തന്നെ ഒരു MPVയുടെ വൃത്തിയോടൊന്നും അറിയാത്ത രീതിയിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിനെയും നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഒരു ക്വാർട്ടർ പാനലിലും തന്നെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കയറി നിൽക്കുന്നു. അതുമൊക്കെ വാഹനത്തിൻ്റെ ക്യാരക്ടറിനോട് എന്തുകൊണ്ടും മാച്ചായി നിൽക്കുന്ന രീതി തന്നെയാണ് കമ്പനി നൽകിയിട്ടുണ്ട്. നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. റിയർ ഡിസൈൻ നോക്കുമ്പോൾ കാണാം ഹൈക്രോസിൻ്റെ എന്ത് ഭംഗിയായിട്ടാണ് ടൊയോട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ളത്. ആ ഒരു MPVയുടെ ആ ഒരു ഏച്ചുകെട്ടൊന്നും ഫീൽ ചെയ്യാതെ വളരെ ഭംഗിയായിട്ടുള്ള വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് അത് ക്വാർട്ടർ പാനിലൂടെ കടന്ന് ബൂട്ട് ലിഡിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് GX എന്ന വേരിയൻറ്റിൽ തന്നെ ബാക്ക് വൈപ്പർ, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും കമ്പനി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടോ ഡീഫോഗർ ലൈൻസും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും മാത്രമേ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയുള്ളൂ. അത് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും ബൂട്ട് സ്പേസ് നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. നിങ്ങൾ എല്ലാ റോയും തേർഡ് റോയും നിങ്ങൾ ഉയർത്തി വെക്കുകയാണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ ലഗേജ് കൊണ്ട് 2 പേരെ സഞ്ചരിക്കുന്നുള്ള 50-50 ആയിട്ട് ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുകൂടി ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ബൂട്ട് സ്പേസ് ആയിട്ട് കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഹൈക്രോസിൻ്റെ റിയർ ഡിസൈൻ. ഇനി ഇൻറ്റീരിയർ കയറിയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൻ്റെ GX എന്ന വേരിയൻ്റെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങളിപ്പോൾ പെട്ടെന്ന് കയറി ഇരുന്നിട്ട് ഇതൊരു ബേസ് മോഡലാണെന്ന് ആർക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ അങ്ങനെ ഫീൽ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് GX ഓപ്ഷണൽ എന്നുള്ള വേരിയൻ്റ് എടുത്താൽ ഒട്ടും ഫീൽ ചെയ്യത്തില്ല. കാരണം ഈ ഇവിടെ ഓട്ടോ ക്ലൈമറ്റ് AC വരും. ഇവിടെ ഫുള്ള് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളെല്ലാം വരും. ഇത് ഫുള്ളൊരു റഫ് ആൻഡ് ടഫ് ഫീലിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ തീം മൊത്തത്തിൽ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിലും ഫീച്ചേഴ്സിൽ കുറവ് വരുത്തിയിട്ടില്ല. ഒരു 8.5 ഇഞ്ച് സ്ക്രീൻ കാണാം. അതിൽ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും കമ്പനി നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ,
അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ കാണാം, ക്രൂസ് കൺട്രോൾ ഇല്ല. പിന്നെ ഒരു ഫുള്ളി അനലോഗ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളൊക്കെയാണ്. അവിടെയൊക്കെയാണ് മെയിനായിട്ടും കോസ്റ്റ് കട്ടിങ് കമ്പനി വരുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് മിറേഴ്സൊക്കെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. പുഷ്പട്ട സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, കീലെസ് എൻട്രി, സ്റ്റീൽ ആൻഡ് ടെലസ്കോപ്പിലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവൽ ചെയ്യാം. ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്, നല്ല സീറ്റിംഗ് പൊസിഷനാണ്, വളരെ ഹാൻഡി ആയിട്ടുള്ള ഫീലാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ചാർജിങ് പോർട്സ്, ഇവിടെ നല്ല സ്പേസ്, ലോ ബോക്സിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ഇന്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊന്നും നമ്മൾ ബേസ് മോഡിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ ബാക്കിലോട്ട് AC വെൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള AC തന്നെയാണ് ടൊയോട്ട ഹൈക്രോസിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു ബേസ് മോഡൽ GX എന്ന വേരിയന്റ്. പിന്നെ റിയർ സീറ്റിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് ഡ്രൈവ് ചെയ്ത് എല്ലാ തരത്തിലും ഹൈക്രോസിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇതിന്റെ വീഡിയോ എത്രാമത്തെ ലൊക്കേഷൻ ആണോ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഏതോ മുട്ടക്കുന്നിന്റെ പുറത്ത് കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കൊള്ളാം, ഓട്ടോമാറ്റിക് ആണ്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ്, ഒരു തരത്തിലും നമ്മളെ പണിയെടുപ്പിക്കത്തില്ല. ഒരു ഹാൻഡ് ബ്രേക്ക് വലിച്ചിടാൻ പോലും സമ്മതിക്കത്തില്ല. അതുവരെ വളരെ എളുപ്പത്തിലാക്കി കമ്പനി തന്നിട്ടുണ്ട്. അതെന്തായാലും ഇഷ്ടപ്പെട്ട്. നമ്മളെ പോലെ പണിയെടുക്കാത്ത അധികം താല്പര്യമില്ലാത്തവർക്ക് പറ്റിയൊരു മോഡലാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ടാക്സിക്കാർക്ക് ഇത്ര ഫീച്ചേഴ്സ് അവർ സ്വപ്നങ്ങളിൽ മാത്രമാണ്. 20 ലക്ഷം രൂപ മുടക്കുമ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന് അത്രയും റൈഡിങ് കംഫർട്ട് വരുന്നൊരു വാഹനം എന്നാൽ സർവീസ് കോസ്റ്റ് എന്താണ് തുച്ഛമായ സർവീസ് കോസ്റ്റ് കൊണ്ടുനടക്കാം ഒരു പണിയും തരത്തില്ല. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അല്ലെ വളരെ പീസ് ഓഫ് മൈൻഡോടുകൂടി കൊണ്ടുനടക്കാൻ സാധിക്കുന്ന, അല്ലെ ഓൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്. ഇനി നമുക്ക് റിയർ സീറ്റിൽ പോയിട്ട് അവിടുത്തെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന്റെ റിയർ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് തന്നെ നോക്കാം. റൈഡ് ചെയ്ത് തന്നെയാണ് ഇതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇതിന്റെ പുറകെ ഇരുന്ന് 2-2.5 മണിക്കൂർ ഇരുന്നങ്ങ് ഉറങ്ങി. കാരണം അത്ര കംഫർട്ടാണ്. ഒരു ഷോഫർ ഡ്രോൺ വാഹനമായിട്ടാണ് നമുക്ക് ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന് എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയത്. കാരണം ഇതിന്റെ സെക്കൻഡ് റോയിൽ നമ്മൾ വീണു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനു മുമ്പുള്ള ഇന്നോവ ക്രിസ്റ്റയിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇന്നോവയിൽ അതിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു സംഭവമാണ് ഇന്നോവയുടെ റിയർ സീറ്റ് അതൊരു രക്ഷയില്ല. അല്ലെ ആ മിഡിൽ റോ, ആ ക്യാപ്റ്റൻ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന കംഫർട്ടാണെന്നാണ് പറയുന്നത്. അത് തീർത്ത് നിങ്ങൾ ഹൈക്രോസിനൊന്ന് അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു മോണോ ഷാസിയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ആ സസ്പെൻഷൻ്റെ മികവായാലും ആ ഒരു ബോഡി വെയിറ്റിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഡൈനാമിക്സ് നോക്കാൻ നേരത്ത് റൈഡിങ് കംഫർട്ടിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് കമ്പനി ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഈ ഒരു GX ഓപ്ഷനിൽ VX ഈ വേരിയൻസിലൊക്കെ നമുക്ക് 6 സീറ്റായിട്ടും അല്ല 7 സീറ്റായിട്ടും 8 സീറ്റായിട്ടും നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 7 സീറ്റ് വെർഷനിലാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2 സീറ്റ് 2 ക്യാപ്റ്റൻ സീറ്റാണ്. അതിൽ അത്യാവശ്യം വേണ്ട ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ബേസ് മോഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയും കപ്പ് ഹോൾഡർ, AC ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ്, ഇവിടെ നമുക്ക് AC ബ്ലോവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗംഭീരമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാഗമണിൽ ഭയങ്കര മോശപ്പെട്ട വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗട്ടറും കാര്യങ്ങളൊക്കെ, എന്നിട്ടും അതൊക്കെ അബ്സോർവ് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിലും വളരെ പക്കയായിട്ട് തന്നെ കമ്പനി അത് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കൊള്ളാം. നമുക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് റിയർ സീറ്റിൽ കൂടി കയറി ഇരുന്നിട്ട് എങ്ങനെ നോക്കാം എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ വേണ്ടതേ. സ്ലാൻഡ് ആനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തൈ സപ്പോർട്ടും കുറച്ച് ഹൈ ആയി വരുന്നതാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. നല്ല വലിയ ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ക്വാർട്ടർ ഗ്ലാസ്സിലാണെങ്കിലും തരക്കില്ലാത്ത സ്പേസും കാര്യങ്ങളും 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള കിഡ്സിനായാലും അത്യാവശ്യം അഡൽസിനായാലും യൂസ് ചെയ്യാൻ പറ്റിയൊരു തേഡ്രോ എന്ന് തന്നെ ഹൈക്രോസിൻ്റെ തേഡ്രോയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഹൈബ്രിഡ് വേർഷൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ നമുക്ക് ഹൈക്രോസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു നോൺ ടർബോ വേർഷനിൽ വരുന്ന ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. ഇപ്പം നമ്മൾ ഡ്രൈവിലോട്ട് കിടക്കുകയില്ല, കുറച്ച് അധികം നേരമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പഴയ ഇന്നോവ ക്രിസ്റ്റയൊക്കെ ഉപയോഗിച്ചവർ ഹൈക്രോസിലോട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു വ്യത്യസ്തതയായിരിക്കും. കാരണം മുമ്പേ ഉണ്ടായിരുന്ന ഇന്നോവ ക്രിസ്റ്റാസൊക്കെ റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു വരുന്നത്, ലാഡ്രോൺ ഫ്രെയിം ബോഡി ആയിരുന്നു വരുന്നത്. പക്ഷേ ഇത് മോണോ ഷോക്കായി ഫ്രണ്ട് വീൽ ഡ്രൈവായി. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചത്. പിന്നെ ഇത്രയും നാൾ ഇന്നോവാസും കൂടുതൽ ഇറങ്ങിക്കൊണ്ടുവന്ന ഡീസലാണ്. പക്ഷേ ഇതിലോട്ട് വന്നപ്പോൾ പെട്രോൾ എഞ്ചിൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രം. ഏകദേശം 183 PS പവറും 188 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് പോയിരുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും വലിയൊരു വാഹനമാണ് നമ്മൾ ഓടിക്കുന്നുള്ള യാതൊരു ഫീലിങ്ങും ഇല്ലാതെ വളരെ ലൈറ്റായിട്ട് വളരെ സോഫ്റ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു MPV ആണ്
ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ നോക്കാൻ നേരത്ത് വളരെ റഗഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും, വളരെ ഒരു ഹെവി ആയിട്ടുള്ള ഫീലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങും തീരെ ലാഗില്ലാത്തൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കുക. ഇപ്പം ടാക്സി സെഗ്മെന്റിൽ വരെ ധാരാളം ഹൈക്രോസ് നമ്മൾ കാണാറുണ്ട്. അപ്പം അവരൊക്കെ സ്ഥിരം ലോങ് ഡ്രൈവ് പോകുന്നവരാണ്. അവർക്കൊന്നും ഒരു മടുപ്പും ഇല്ലാതെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് റെഡ് പെഡൽ കാലും വെച്ച് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഒന്ന് ഓടിക്കാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം ഭയങ്കര പെർഫോമൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം ആ ഒരു പവർ ഡെലിവറി ചെയ്ത് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് ആണെങ്കിലും നമുക്ക് ആ ഒരു ഫീല് പെട്രോൾ എഞ്ചിൻ, ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന മാക്സിമം പവർ ഔട്ട്പുട്ട് നമുക്ക് എന്തായാലും ഈ എഞ്ചിനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ റിലയബിൾ ആണ്, ഒരു കാലത്ത് ഒരു പണിയും വരത്തില്ല, കിടന്നങ്ങ് ഓടിക്കുള്ളൂ. ടൊയോട്ടയുടെ സർവീസും എടുത്തു പറയേണ്ട കാര്യമില്ല, നല്ല പേര് കേട്ട സർവീസ് തന്നെയാണ്. വളരെ ചീപ്പായിട്ട് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുനടക്കാം എന്നുള്ളത് ഇതിൻ്റെ ഒരു വളരെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. അത് മാത്രമല്ല ഫ്യൂവൽ എഫിഷ്യൻസി, നമ്മൾ പറയും നോൺ ഹൈബ്രിഡ് അല്ലേ, മൈലേജ് കാണത്തില്ല, കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്ന 16 കിലോമീറ്റർ ആണ്. പക്ഷേ റിയൽ ലൈഫിൽ ഇപ്പോൾ ഇത്രയും വലിയ ഹൈ റേഞ്ചിൽ നമ്മൾ ഇത്രയും ചവിട്ടിപ്പറിച്ചൊക്കെ ഓടിച്ചിട്ട് പോലും 11.7 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ മൈലേജ് കാണിക്കുന്നത്. അപ്പോൾ അതും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ ഇന്നോവ നോക്കുവാണെങ്കിൽ 10 കിലോമീറ്റർ മൈലേജ്, ക്രിസ്റ്റ നോക്കുവാണെങ്കിൽ 11-12 കിലോമീറ്റർ മൈലേജ് മാക്സിമം. അങ്ങനെ നോക്കാൻ നേരത്തെ ഒരു പെട്രോൾ എഞ്ചിൻ ഇത്രയും വലിയ MPV, അതും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു മൈലേജ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പല കോമ്പാക്ട് SUVകൾക്ക് പോലും മൈലേജ് കിട്ടുന്ന 10-12 ടെർബോ പെട്രോൾ എഞ്ചിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്തെ ഇത്രയും വലിയൊരു MPV 7-8 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലേജ് തീരെ മോശമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു എഫേർട്ട്ലെസ് തന്നെയാണ്, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അത് തന്നെയാണ്. പിന്നെ രണ്ടാമത് യാത്രാസുഖം തന്നെയാണ്. ഇതിൻ്റെ മിഡിൽ റോ ഇന്നോവ പണ്ട് തൊട്ടേ പേര് കേട്ടിരുന്നത് സെക്കൻഡ് റോ സീറ്റാണ്. ആ ക്യാപ്റ്റൻ സീറ്റിൽ ചാരി അടിച്ച് കിടന്ന ഒരു ഷോഫർ ഡ്രിവൺ വാഹനമായിട്ട് കൂടി നമുക്ക് ടൊയോട്ട ഇന്നോവ ഹൈക്രോസിനെ പരിഗണിക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്, നമുക്കൊരു സൈക്കിൾ റാലിയുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ അതിൻ്റെ സ്പോട്ട് അടിച്ച് പോയി പല ലൊക്കേഷനിലിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത്. ഇതിനൊക്കെ കാരണക്കാരനായ നമ്മുടെ സ്വന്തം അനീഷേട്ടൻ തന്നെയാണ്. അനീഷേട്ടനും നിപ്പോൺ ടൊയോട്ടയോടും പിന്നെ നമ്മുടെ ആലപ്പി ഈസ്റ്റ് റോട്ടറി ക്ലബിനോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.